Section 2.6 A numerical method. ഈ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെന്താ Euler method എന്ന് പറയാം. Let us assume that the first order initial value problem is of the form y dash is equal to f of xy, y of x naught is equal to y naught possesses a solution. ഇങ്ങനെ ഒരു ഫസ്റ്റ് ഓർഡർ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം കൺസിഡർ ചെയ്യാം. Euler's മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡാണ്. അപ്പം എന്താ നമ്മൾ പറയാം, തന്നിട്ടുണ്ട് y of x naught is equal to y naught എന്ന്. അപ്പം ഇത് മനസ്സിൽ വെക്കുക. x1 is equal to x നോട്ടിന്റെ കൂടെ ഒരു h കൂട്ടുന്നതാണ് x1. x2 എന്തായിരിക്കും, x2 is equal to x1ന്റെ കൂടെ h കൂട്ടാം. x1 എന്ന് പറഞ്ഞാൽ x0 plus h ആ, അതിന്റെ കൂടെ h കൂട്ടുമ്പോൾ x0 plus 2h. ഓർക്കുക, x2 is equal to x0 plus 2h. ഈ 2 ആണ് ഇവിടെ 2 ആയിട്ട് നിൽക്കുന്നത്. s3 is equal to s3യുടെ x2ന്റെ കൂടെ h കൂട്ടാം. x2 എന്ന് പറഞ്ഞാൽ x0 plus 2h plus h, that is x0 plus 3h. അപ്പൊ ഈ 3 ആണ് ഇവിടെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ xn plus 1 എന്തായിരിക്കും, xn plus 1 is equal to x0 എപ്പോഴും ഉണ്ട് plus n plus 1 h. Then y of x1 എന്ന് പറഞ്ഞാൽ y of x1 is approximately equal to y1, that is equal to the ഫോർമുലയാണ് y0 plus h into f of x0 comma y0. Then y of x2 is equal to is y of x2 is equivalent to y2, that is equal to y2 എന്ന് പറയുമ്പോൾ y1 plus h into f of x1 y1. In general, y of xn plus 1 is equal to y of xn plus 1 is approximately equal to yn plus 1, that is equal to yn plus h into f of xn yn. അതിവിടെ എന്താ ഉണ്ടായത്, ഇവിടെ n plus 1 ആണെങ്കിൽ അതിനൊന്ന് കുറവുള്ളതായിരിക്കും ഇവിടെ സഫിക്സുകൾ എടുക്കേണ്ടത്. അത്രേ ഉള്ളൂ. Example 1. Consider the initial value problem y dash is equal to 0.1 root y plus 0.4 x square, y of 2 is equal to 4. നമ്മൾ Euler method വെച്ചിട്ടുള്ള use Euler's method to obtain an approximation to y of 2.5 using h is equal to 0.1 and h is equal to 0.05. അപ്പോൾ hന്റെ വാല്യൂ 0.1 എടുത്തിട്ട് നമുക്ക് y of 2.5 കണ്ടുപിടിക്കണം. അതുപോലെ hന്റെ വാല്യൂ 0.5 എടുത്തിട്ട് y of 2.5 കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം f of xy എന്ന് പറഞ്ഞാൽ xന്റെ മേലുള്ള ഫംഗ്ഷനാണ്. അതൊരു പറഞ്ഞിട്ടുണ്ട് 0.1 root y plus 0.4 x square ആണെന്ന്. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് അത് നമ്മൾ എടുത്തു. ഇതിനെ f of xy എന്ന് പേര് കൊടുത്തു. നമുക്ക് എന്താ അറിയാം, റിസൾട്ട് അറിയാം. yn plus 1 എന്ന് പറഞ്ഞാൽ yn plus h into f of x and y എന്നാണ്. സോ yn plus 1 is equal to yn plus h into ഇനി എന്താ വേണ്ടത്, f of x and yn. f of xy എന്ന് പറഞ്ഞാൽ 0.1 root y plus 0.4 x square ആണ്. അപ്പോൾ f of x and y എന്ന് പറഞ്ഞാൽ 0.1 root yn plus 0.4 xn square എന്നാണ്. h is equal to 0.1 എടുക്കാനാണ് ആദ്യം പറഞ്ഞിട്ടില്ല, നിർത്തൂ. y of x naught is equal to y naught ആണ്. അപ്പോൾ x naught എന്ന് പറഞ്ഞാൽ എന്താകണം, x naught എന്ന് പറഞ്ഞാൽ 2 ആവണം, y naught എന്ന് പറഞ്ഞാൽ 4 ആവണം. That is x naught is equal to y naught is equal to 4 and xn plus 1 is equal to, ഇത് നമുക്ക് അറിയാവുന്ന കാര്യം, നമ്മൾ ഇത് വെച്ചുള്ളതാണ് x naught plus n plus 1h. ഇപ്പോൾ n is equal to 0, അപ്പോൾ എന്ത് വരും, x1 is equal to, ഇവിടെ n ന് 0 കൊടുക്കുമ്പോൾ x naught plus 0 plus 1 into 0.1, h 0.1 ആണല്ലോ. So that is 2 plus 1 into 0.1, that is 2.1.
y of xn plus 1 എന്താണെന്ന് നമുക്കറിയാം is approximately equal to yn plus 1 ആണ്. That is equal to yn plus h into f of xn yn. ഇത് അറിയുന്ന ഫോർമുലയാണ്, അത് ഫോർമുല എഴുതുന്നത് മാത്രം. n equal to 1 കൊടുക്കുമ്പോൾ x1 that is y1 is equal to n equal to 1 അല്ല കേട്ടോ, xn plus 1 നിന്ന് x1 നിൽക്കണമെങ്കിൽ n equal to 0 ആണ് കൊടുക്കേണ്ടത്. അവിടെ 0 കൊടുത്തിട്ടുണ്ട്. 0 കൊടുക്കുമ്പോൾ y of x1 is approximately equal to y1 that is equal to y0 plus 0.1 into f of x0 y0 that is 4 plus 0.1 into f of x0 y0 എന്ന് പറഞ്ഞാൽ ഇതാണ് f of xn y എന്ന് പറഞ്ഞാൽ ഇതാണ് 0.1 into root yn plus 0.4 into xn square. അപ്പോൾ yക്ക് 0 കൊടുക്കുമ്പോൾ റൂട്ട് y0 പ്ലസ് x0 സ്ക്വയർ എന്ന് പറയും. റൂട്ട് y0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? y0 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ റൂട്ട് y0 അല്ല, y0 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ റൂട്ട് y0 എന്ന് പറഞ്ഞാൽ റൂട്ട് 4 അതാണ് ഇവിടെ കൊടുക്കാൻ കാരണം. റൂട്ട് 4 പ്ലസ് 0.4 ഇൻറ്റു x0 എന്ന് പറഞ്ഞാൽ x0 എന്ന് പറഞ്ഞാൽ x0 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ഇറ്റ് ഈസ് 2 സ്ക്വയർ. ഫൈനൽ ആൻസർ ഈസ് 4.18. ഫോർ n is equal to 1, n ന് 1 കൊടുക്കുമ്പോൾ x2 is equal to x0 plus 1 plus 1 h that is 2. ഇവിടെ x0 plus 2h വരും. x0 2 ആണ്, x0 0.1 ആണ്, 2.2 വരും. y of x2 is approximately equal to y2 is equal to y1 plus the formula ആണ് h into f of x1 y1. y1 എന്ന് പറഞ്ഞാൽ 4.8 plus 0.1 into f of x1 എന്ന് പറഞ്ഞാൽ 2.1, y1 എന്ന് പറഞ്ഞാൽ 4.18. ഇവിടെ അതൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. that is 4.18 plus 0.1 into വാല്യൂ കൊടുക്കുക. എക്സിൻ്റെ വരെ നമ്മുടെ f of x and y നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.1 into root of 4.18 plus 0.4 into 2.1 whole square. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ x1 പകരം x-ന് പകരം 2.1ഉം y-ക്ക് പകരം 4.18 കൊടുത്തു f of x, y ന്. അപ്പോൾ അത് കിട്ടി 4.37. ഇതുപോലെ n is equal to 2 കൊടുക്കുമ്പോൾ y3 കിട്ടും. n is equal to 2 കൊടുക്കുമ്പോൾ y3, n equal to 3 കൊടുക്കുമ്പോൾ y4, n is equal to 5 കൊടുക്കുമ്പോൾ y5. ഈ y5 എന്ന് പറയുന്നത് എന്താ? n is equal to 4 കൊടുക്കുമ്പോൾ x5 എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് 2.5 ആണ്. സോ y of x5 is approximately equal to y5 ഇവിടൊക്കെ y of x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y of 2.4 ആയിട്ട് കിട്ടിയിട്ടുള്ളത് കണ്ടോ. x4 എന്ന് പറഞ്ഞാൽ 2.4 അല്ലേ, അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എന്താ y of 2.4 ആണ് കിട്ടിയിട്ടുള്ളത്. 2.4 അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എഴുതിയില്ലാന്ന് മാത്രം. ഇപ്പം എന്ത് കിട്ടി? y5 is equal to 5.07. Therefore the approximate value of y of 2.5 is equal to 5.07. ഇനി h is equal to 0.5 ആയിട്ട് എടുക്കുക. അവർ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഭാഗമായിട്ടേ h is equal to 0.5 ആയിട്ട് എടുക്കുക. പിന്നെ ഒക്കെ സെയിം തന്നെ, x0 is equal to 2ഉം y0 is equal to 4ഉം. we know xn plus 1 is equal to x0 plus n plus 1 into h. So x1 is equal to x0 plus 0.0 plus 1, n വരെ 0 കൊടുത്തു, 0 plus 1 into h ന് വരെ 0.05. So 2 plus 1 into 0.05 that is 2.05. yn plus 1, y of xn plus 1 is equal to, അതിൻ്റെ മറ്റൊരു നൊട്ടേഷൻ ആണ് yn plus 1. ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്, ഈക്വൽ ടു yn plus h into f of x and yn. n ന് 0 കൊടുക്കുമ്പോൾ f of x1 that is approximately equal to y1 that is equal to y0 plus h into f of x0 y0. y0 പറഞ്ഞാൽ 4 ആണ്, h0 0.05 ആണ്, f x0 y0 2ഉം 4 ആണ്, f of 2,4. ഇത് f of x വാല്യൂസ് ഇട്ട് കൊടുത്തു, x പകരം 2ഉം y ക്ക് പകരം √4ഉം കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4.09. ഇത് 1 equal to 1 കൊടുക്കുമ്പോൾ x2 2.1 കിട്ടും. ഇത് തന്നെ സെയിം മെത്തേഡ്, അതുപോലെ y2 കണ്ടുപിടിക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യും, n ന് 2, 3, 4, 5 ഒക്കെ കൊടുക്കുമ്പോൾ y2, y3, y4 കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y10 ആണ്. y10 എന്ന് പറഞ്ഞാൽ എന്താ വരാ? y10 എന്ന് പറഞ്ഞാൽ y of
കണ്ടുപിടിക്കേണ്ടത് 10 അല്ലേ 2.5 കണ്ടുപിടിക്കേണ്ടത് കണ്ടോ y of 2.5 ആണ് കണ്ടുപിടിക്കേണ്ടത് കണ്ട ഇവിടെ x2 2.1 ആണ് കിട്ടിയത് അതുപോലെ x3 x4 ഒക്കെ കണ്ടുപിടിച്ച് വരുമ്പോൾ എന്ത് കിട്ടും നമുക്ക് ഇവിടെ കിട്ടും എന്താണ് y of 2.5 y of 2.5 is equal to y10 that is 5.0997 അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ consider the initial value problem y dash is equal to 0.2xy y of 1 is equal to 1 use Euler's method to obtain an approximation to y of 1.5 using first h is equal to 0.1 and then h is equal to 0.05 അപ്പോൾ f of xy is equal to 0.2 into xy എന്ന് സപ്പോസ് ചെയ്തു നമുക്ക് അതിന്റെ ഫോർമുല നമ്മൾ എഴുതി x y of xn plus 1 is approximately equal to yn plus 1 that is equal to yn plus h into f of x and yn y of xn plus 1 is equal to അറിയാവുന്ന ഫോർമുല yn plus 1 that is equal to yn plus h into h എന്ന് പറഞ്ഞാൽ f of x എന്ന് പറഞ്ഞാൽ 0.2 sorry 1 0 ഇത് 0.2 ആണ് 0.2 into x and yn അത് f of x എന്ന് പറഞ്ഞാൽ 0.2 into xy അപ്പോൾ f of x and y എന്ന് പറഞ്ഞാൽ 0.2 into x and yn in our question h is equal to 0.5 ആണ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ xn plus 1 is equal to ഇതാണ് നമ്മുടെ ഫോർമുല xn plus 1 is equal to x0 plus n plus 1 into h so n is equal to 0 എടുക്കുമ്പോൾ x1 is equal to x0 plus 1 into 0.1 that is 1 plus 0.1 that is 1.1 then y of xn plus 1 is approximately equal to y of n plus 1 that is equal to yn plus h into f of xn yn ഇതുപോലെ y of n ന് 0 എടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക് y of x1 എന്ന് പറഞ്ഞാൽ എന്താ x1 എന്ന് പറഞ്ഞാൽ 1.1 y of 1.1 is equal to y of x1 is approximately equal to y1 that is equal to y0 plus h 0.1 into f of x and y എന്ന f of x and y എന്താണ് നമ്മൾ എടുത്തിട്ടുള്ളത് 0.2 into നോട്ട് ആണല്ലോ f of x നോട്ട് ആണ് അപ്പം x നോട്ട് into y നോട്ട് that is 1 plus 0.1 into 0.2 into x നോട്ട് y നോട്ട് എത്രയാണ് x നോട്ട് 1 y നോട്ട് 1 നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഓക്കെ അതെടുത്ത് വെച്ചിട്ടില്ല അതിങ്ങനെയാണോ വന്നത് y of 1 is equal to 1 എന്ന് പറഞ്ഞാൽ അതിന്റെ ജനറൽ ഫോം എന്താണ് y of x not equal to y not എന്നാണ് ആർത്തത് നോക്കുമ്പോൾ x നോട്ട് എന്ത് വരണം ഈ കിടക്കണ 1 വരണം y നോട്ട് പറയുന്നത് 1 വരണം അത്രേ ഉള്ളൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടും therefore n is equal to 1 x2 കണ്ടുപിടിക്കുക 1.2 then f of x2 that is f of 1.2 is approximately equal to y2 കണ്ടുപിടിക്കുക അതുപോലെ n equal to 2 കൊടുക്കുമ്പോൾ x3 കിട്ടും then y of x3 കണ്ടുപിടിക്കുക എല്ലാം കണ്ടുപിടിച്ച് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും y of x5 that is y of 1.5 is equal to y of 5 is equal to 1.125 എന്ന് കിട്ടും നമുക്ക് ഇനി എക്സാക്റ്റ് വാല്യൂ കണ്ടുപിടിക്കണം എക്സാക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ഇതിന് നമ്മൾ സാധാരണ പോലെ ചെയ്യാം ഡിവൈ ബൈ തന്നിട്ടുള്ള y dash is equal to 0.2 into xy എന്നാണ് y of 1 is equal to 1 so dy by dx is equal to 0.2 into x into dx അപ്പോൾ ഇത് വരാം ഈ y നെ കൊണ്ടുവരുമ്പോൾ dy by y is equal to 0.2 into x into dx which is in variable separable form അപ്പോൾ ഇതിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യാം രണ്ട് ഭാഗത്ത് ഇന്റഗ്രൽ എടുക്കുക അപ്പോൾ log y is equal to ഇത് കോൺസ്റ്റന്റ് integral x into x square by 2 plus c1 then രണ്ട് ഭാഗത്തും എക്സ്പെൻഷൻ എടുക്കുമ്പോൾ e raised to log y is equal to e raised to 0.1 into x square plus c1 that is e raised to 0.1 into x square into e raised to c1 എന്ന് പറഞ്ഞാൽ c that is y is equal to c into e raised to 0.1 into x square then y of 1 is equal to 1 തന്നിട്ടുണ്ട് so 1 is equal to e raised to x ന് പകരം 1 കൊടുക്കുമ്പോൾ 0.1 into 1 whole square into c so c is equal to നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടും then y of x എന്ന് പറഞ്ഞാൽ c ക്ക് പകരം വാല്യൂ കൊടുക്കുക അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും
ഇനി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത് എന്താ പറയുക, നമുക്ക് y of 1 കണ്ടുപിടിക്കണം. y of 1 എന്ന് പറഞ്ഞാൽ x ന് പകരം 1 കൊടുക്കുമ്പോൾ ഇത് കിട്ടും. ഏതിലെ ഈ ഇക്വേഷനിലെ x ന് പകരം 1 കൊടുക്കുക, ദാറ്റ് ഇസ് y of 1. അപ്പോൾ ഇവിടെ മാത്രം 1 എന്ന് പോകും. ഇതിന്റെ വാല്യൂ സയന്റിഫിക് കാൽക്കുലേറ്റർ വെച്ച് കണ്ടുപിടിക്കുമ്പോൾ 1 എന്ന് കിട്ടും. അതുപോലെ y of 1.20 എന്ന് പറഞ്ഞാൽ y of 1.10 പറഞ്ഞ് ഇത് കിട്ടും. കാരണം എന്താ ചെയ്തത്, ഇവിടെ ഈ ഇക്വേഷനിലെ x ന് പകരം 1 കൊടുത്തപ്പോൾ ഇത് കിട്ടി y of 1. x ന് പകരം 1.1 കൊടുക്കുക, അപ്പോൾ ഇത് കിട്ടും. x ന് പകരം 1.2 കൊടുക്കുക, ഇത് കിട്ടും. x ന് പകരം 1.3 കൊടുക്കുക, ഇത് കിട്ടും. അങ്ങനെ 1.5 വരെ കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാവും, y of 1.5 എന്ന് പറയുന്നത് 1.1331 ഇവിടെ ഈ മെത്തേഡ് പ്രകാരം കണ്ടുപിടിച്ചപ്പോൾ y of 1.5 എന്ന് പറഞ്ഞാൽ 1.1259 ആണ്. അപ്പോൾ ചെറിയൊരു വേരിയേഷൻ അവിടെ ഉണ്ട്. ആ വേരിയേഷൻ ഉപയോഗിച്ച് വേറെ കാര്യം പറയാം. ആബ്സൊല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ആബ്സൊല്യൂട്ട് എന്നല്ല, അപ്പോൾ ആബ്സൊല്യൂട്ട് വാല്യൂ മോഡുലസ് ഓഫ് ട്രൂ വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ മൈനസ് അപ്രോക്സിമേറ്റ് വാല്യൂ. ഇതിനാണ് നമ്മൾ ആബ്സൊല്യൂട്ട് എറർ എന്ന് പറയാം. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ആബ്സൊല്യൂട്ട് വാല്യൂ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ട്രൂ വാല്യൂ. ദെൻ പെർസെൻറ്റേജ് ഓഫ് റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ആബ്സൊല്യൂട്ട് വാല്യൂ ബൈ മോഡുലസ് ഓഫ് ട്രൂ വാല്യൂ ഇൻറ്റു 100. ഈ ഫോർമുലയാണ് ഓർത്തിരിക്കുക. ഇനി നമുക്കത് കണ്ടുപിടിക്കാം. x1 n-ന് 1 2 3 കൊടുക്കുമ്പോൾ, n-ന് 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക, n-ന് 0 കൊടുക്കുമ്പോൾ x0 കിട്ടുക. x0 പറഞ്ഞാൽ 1 y-ക്ക് 0 കൊടുക്കുമ്പോഴും y0 കിട്ടുക, അതും 1. ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ആബ്സൊല്യൂട്ട് എറർ എന്ന് പറയുന്നത് എന്താ ചെയ്യേണ്ടത്, നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു, ട്രൂ വാല്യൂ മൈനസ് അപ്രോക്സിമേഷൻ, ഇതിൻ്റെ മോഡുലസ് വാല്യൂ 1 മൈനസ് 1 0. പെർസെൻറ്റേജ് ഓഫ് എറർ എന്ന് പറഞ്ഞാൽ ഈ അതെന്ന് പറഞ്ഞാൽ എന്താ, ആബ്സൊല്യൂട്ട് വാല്യൂ ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ ഓർ ആക്ച്വൽ വാല്യൂ അതിൻ്റെ മോഡുലസ് ഇൻറ്റു 100. കണ്ടോ, ആബ്സൊല്യൂട്ട് വാല്യൂ ബൈ മോഡുലസ് ഓഫ് ട്രൂ വാല്യൂ ഇൻറ്റു 100, അപ്പോൾ 0 തന്നെ വരാം. xn is equal to, ഇനി n-ന് 1 കൊടുക്കുമ്പോൾ x1 ഇവിടെ എത്ര വന്നത് കൂടെ കാണാൻ പറ്റും. n-ന് x1 വന്നത് 1.1. അപ്പോൾ ഇവിടെ 0 കൊടുത്ത് വിടില്ല കേട്ടോ, 0 കൊടുത്ത്, കാരണം നമുക്കുള്ളത് xn+1 അല്ല അവിടെ കിടക്കണേ. n-ന് 0 കൊടുക്കുമ്പോൾ x1 കിട്ടുക. ഇത് നമുക്ക് തന്നിട്ടുള്ള കാര്യം x0 എന്താണെന്ന്, x0 ഉപയോഗിക്കുന്നില്ല. x1 എന്ന് പറഞ്ഞ ഇതാണ് x1. n-ന് 0 കൊടുക്കുമ്പോൾ x1 is equal to 1.1. ഇത് ഫസ്റ്റ് വരെ എന്ത് ചെയ്തത്, തന്നിട്ടുള്ള x0 y0 എടുത്ത് എഴുതി. അപ്പോൾ ഇവിടെ വാല്യൂ കൊടുത്ത് തുടങ്ങണത്, നമുക്ക് ഇവിടെ എൻ്റെ വരെ തുടങ്ങാൻ പറ്റും, 0 തൊട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ x1 x2 x3 x4 നമുക്ക് കിട്ടുള്ളൂ. ഇത്ര ആലോചിച്ചാൽ മതി. വാല്യൂസ് കൂടെ കൊടുക്കുക. x1 കൊടുക്കുമ്പോൾ 1.1 കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് y എത്ര കിട്ടിയ 1.0200. അപ്പോൾ എൻ്റെ ആക്ച്വൽ വാല്യൂ എന്താ വരിക, നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1.0212 ആണെന്ന്. ഇത് എവിടെ നിന്ന് കിട്ടിയത്, തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. y of 1.2 കണ്ട, y of 1.2 1.0450, സോറി y of 1.1 അത് 1.0212 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ആബ്സൊല്യൂട്ട് എറർ അതിനെ കണ്ടുപിടിക്കുക. ആക്ച്വൽ എറർ ആബ്സൊല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂ കണ്ടോ, ആബ്സൊല്യൂട്ട് എറർ is equal to ആക്ച്വൽ വാല്യൂ മൈനസ് അപ്രോക്സിമേഷൻ. ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാ, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക, അപ്പോൾ എന്ത് കിട്ടും, എൻ്റെ മോഡുലസ് എടുക്കുക, ആ ഉത്തരമാണ് ഈ കിടക്കുന്നത്. ഞാൻ എറർ എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല, പെർസെൻറ്റേജ് റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ആബ്സൊല്യൂട്ട് വാല്യൂ ഡിവൈഡഡ് ബൈ ഇത് ട്രൂ വാല്യൂ അതിൻ്റെ മോഡുലസ് ഇൻറ്റു 100. അപ്പോൾ എന്ത് ചെയ്യും, ആബ്സൊല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാ, ആബ്സൊല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ആബ്സൊല്യൂട്ട് വാല്യൂ. ഇത് മൈനസ്, സോറി ഞാൻ നമ്മൾ തെറ്റി വരച്ചു, ആബ്സൊല്യൂട്ട് വാല്യൂ മൈനസ് എന്നാണ്. അപ്പോൾ ഇതാണ് ആബ്സൊല്യൂട്ട് വാല്യൂ ബൈ n.
സോറി ആബ്സൊല്യൂട്ട് എറർ ആണ്. ഓക്കെ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആബ്സൊല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂ ട്രൂ വാല്യൂ. ഇതാണ് ഇതാണ് ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ. ഇതാണ് അപ്രോക്സിമേഷൻ. ഇതാണ് അപ്രോക്സിമേഷൻ. ഇപ്പം എന്താ ഫോർമുല? ട്രൂ വാല്യൂ മൈനസ് അപ്രോക്സിമേഷൻ. അപ്പോൾ ഇതിന് ഇത് കറക്റ്റ് ഞാൻ വരച്ച് തെറ്റിയതാണ്. ഇത് തന്നെയാണ് ശരി. ഇതേ മൈനസ് ഇത് ഇതിൻ്റെ മോഡുലസ് എടുക്കുക, അതാണ് ഇവിടെ എഴുതുന്നത്. തിരിച്ച് ഇതെങ്ങനെ എഴുതിയത് നമ്മൾ? ഇതേ മൈനസ് ഇത് അല്ലേ, ആക്ച്വൽ വാല്യൂ മൈനസ് അപ്രോക്സിമേഷൻ ഇതിൻ്റെ മോഡുലസ്, ആ വാല്യൂ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ ഓരോന്നും കണ്ടുപിടിച്ചു. ഇനി പെർസെൻറ്റേജ് ഓഫ് റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ എന്ത് വേണം? ഫോർമുല ആബ്സൊല്യൂട്ട് എറർ ബൈ മോഡുലസ് ഓഫ് ട്രൂ വാല്യൂ ഇൻറ്റു 100. ആബ്സൊല്യൂട്ട് എറർ ഇതേ ബൈ മോഡുലസ് ഓഫ് ട്രൂ വാല്യൂ. ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ട്രൂ വാല്യൂ, ആക്ച്വൽ വാല്യൂ. അപ്പോൾ ഇതേ ബൈ ഇത് ഇൻറ്റു 100. അത് കിട്ടും എന്താണ് ഇത്, ഈ വാല്യൂസ്. നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വെച്ച് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് ഇത്രയും കിട്ടും. ഇതേ മെത്തേഡ് പ്രകാരം h=0.5 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഈ വാല്യൂസ് മുഴുവൻ കിട്ടും. അപ്പോൾ നമുക്ക് xn ഉണ്ട്, yn ഉണ്ട്, ഇതൊക്കെ കണ്ടുപിടിക്കണ്ടോ? ഇതൊക്കെ കണ്ടുപിടിക്കണം നിങ്ങൾ. ആക്ച്വൽ വാല്യൂ വേണം, ആബ്സൊല്യൂട്ട് എറർ വേണം, പെർസെൻറ്റേജ് ഓഫ് ആബ്സൊല്യൂട്ട് എറർ വേണം. ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ദെൻ കുറച്ച് പ്രോബ്ലംസ് ആണ് ഹോംവർക്ക് ചെയ്യാം. എല്ലാം എക്സാമ്പിൾ 1 and 2 പോലെ തന്നെ ചെയ്താൽ മതി.